ഹലോ, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് ഫ്രീഡത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ തന്നെ സ്റ്റാർട്ടിങ് കുറച്ച് പച്ചപ്പും കതിരപ്പൊക്കെ കണ്ടിട്ടുള്ളതാണല്ലേ. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എടുത്തിട്ടാണ്. കുറേ നാളത്തെ വെയിലിന് ശേഷം നമുക്ക് കിട്ടുന്ന നല്ല മഴയില്ലേ. ഇപ്പോൾ ഒരു നല്ല തണുത്ത അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അതൊന്ന് എനിക്ക് വീഡിയോയിൽ ഇടണമെന്ന് തോന്നി അതായിട്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. റോസാ ചെടികൾക്കൊക്കെ ഇടയിൽ പുള്ളിക്കായി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം, ശംഖുപുഷ്പം. വളരെ വളരെ ഗുണങ്ങളേറിയ ഒരു വലിയ ഒരു നല്ലൊരു മെഡിസിനാണ് കേട്ടോ ഇത്. അപ്പോൾ ആയുർവേദത്തിൽ ഇത് ഇതിൻ്റെ വേരും പിന്നെ ഇലകളും പൂക്കളൊക്കെ വെച്ചിട്ട് ഒരുപാട് മെഡിസിൻസ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിൽ ഇതിൻ്റെ പേര് വന്നിട്ട് അപരാജിത എന്നാണ്. അപ്പോൾ ഇത് വന്നിട്ട് ബ്ലൂ കളറിലും ഒരു വൈറ്റ് കളറിലുമാണ് ഇത് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് പേരുകളൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലൂ ബെൽറ്റ് പൈൻ, ബ്ലൂ പീ, ബട്ടർഫ്ലൈ പീ, പിന്നെ കോർഡോഫാൻ പീ, ഡ്രാവിൻ പീ എന്നൊക്കെയാണ് ഇംഗ്ലീഷിലെ പേരുകളൊക്കെ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്ലിറ്റോറിയ ടെർനാറ്റി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വള്ളികളായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് വന്നിട്ട് ഇതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമാണ് ഇതിൻ്റെ ഉത്ഭവം എന്നാണ് നമ്മൾ വിശ്വസിച്ച് വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് ഇതിൻ്റെ പച്ച വേരില്ലേ, അത് അരച്ചിട്ട് വെറും വയറ്റിലൊക്കെ കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക്. പച്ച വേരാണ് അരച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഓർമ്മശക്തിയൊക്കെ വർദ്ധിക്കാനായിട്ട്, ബുദ്ധിവികാസത്തിനൊക്കെ ഇത് നല്ലതാണ്. ഇതുപോലെ പണ്ടൊക്കെ ആണെങ്കിലും ഈ പാമ്പ് കടിച്ച വിഷത്തിനൊക്കെ ഇതിൻ്റെ പച്ച വേര് അരച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ മൂർഖൻ പാമ്പിൻ്റെ വിഷത്തിനെ മാറ്റാനുള്ളൊരു കഴിവ് ഇതിൻ്റെ പച്ച വേരിനുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ മെഡിസിൻസിൻ്റെ ഒരു ഇതിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് പറിച്ച്, പൂക്കളൊക്കെ ഒന്ന് പറിച്ച് നമ്മളിപ്പോൾ എടുത്ത് വച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് പിന്നെ ഇതിൻ്റെ ഒരു ടീ ഇല്ലേ, നമ്മളിപ്പോൾ ഇടാൻ പോകുന്ന ശംഖുപുഷ്പത്തിൻ്റെ ടീ ആണ്. അപ്പോൾ ഇതിൻ്റെ ടീക്ക് നമ്മുടെ ഉറക്കമില്ലായ്മയും പിന്നെ ശ്വാസകോശ രോഗം അങ്ങനത്തെയൊക്കെ എടുത്ത് മാറ്റാനുള്ള നല്ല കഴിവുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ഇത് വെറും വയറ്റിൽ പശുവും പാലിലൊക്കെ ഇതിൻ്റെ വേര് അരച്ച് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ വയറിളക്കിയൊക്കെ പണ്ടൊക്കെ നാച്ചുറലായിട്ടൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് പണ്ടൊക്കെ ചെയ്തിരുന്ന ഒരു മെത്തേഡാണ്. പശുവിൻ പാലിൽ വെറും വയറ്റിൽ ഇതിൻ്റെ വേരരച്ചും കൊടുക്കും വയറിളക്കിയൊക്കെ കളയാനായിട്ട്. അപ്പോൾ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ടീ തയ്യാറാക്കാനായിട്ട് ഒരു 4-5 പൂവ് മതിയാവും ഒരു ഗ്ലാസ് വെള്ളത്തിന്. അപ്പോൾ ഇത് കുടിക്കുന്നതിലൂടെ നമ്മുടെ വെള്ളം തിളപ്പിച്ച് നമ്മൾ കുടിക്കുന്നതിലൂടെ നമ്മുടെ ന്യൂട്രോ ട്രാൻസ്മിറ്ററായ അസറ്റൈൽ കൊളൈൻ്റെ അളവ് വർദ്ധിപ്പിച്ചിട്ട് നമ്മുടെ ഓർമ്മശക്തിയൊക്കെ വർദ്ധിക്കും. അതാണ് അതിൻ്റെ പ്രവർത്തനമാണ് നടക്കുന്നത്. പിന്നെ വന്നിട്ട് പ്രമേഹം വരാതിരിക്കാനായിട്ട് ഈ ടീ കുടിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിക്കകത്തുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ അതിൻ്റെ ഒരു ഇതൊക്കെ ഗ്ലൂക്കോസിൻ്റെ ആഗിരണമൊക്കെ നിയന്ത്രിക്കും ഈ ടീ കുടിക്കും. പിന്നെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ വരാതെ തടയാനായിട്ട് ഈ ടീക്ക് സാധിക്കും. അപ്പോൾ ഒരുപാട് ഇതിങ്ങനെ പറഞ്ഞിട്ടേ പോകാം. ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു ടീ കുടിക്കുന്നതിലൂടെ നമുക്കറിയാത്ത അറിവാണെങ്കിൽ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അറിയാത്തവരെയൊക്കെ അറിയിക്കണം. എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ടീയാണ്. നമുക്ക് നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയുന്ന ഒരു ചെടിയാണിത്. എല്ലാവരും വീട്ടിൽ നിർബന്ധമായിട്ട് ഈ ഒരു ചെടി വളർത്തണം കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മളിത് തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുന്നവരല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ കുടിക്കുന്നതിന് പകരം ഇതുപോലെ പൂക്കളിട്ടിട്ട് തിളപ്പിച്ചാറ്റി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് കുടിക്കാനായിട്ട് ആവശ്യമുള്ള സമയം നമ്മൾ വെള്ളം എടുത്ത് അത് കുടിച്ചാലും മതി. നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരു ഇതും സിസ്റ്റംസും അതിലൂടെ നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് നമ്മുടെ ആരോഗ്യം നമുക്ക് സൂക്ഷിക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കിലും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കിലും ഇതുപോലെ നമുക്ക് പൂവ് കഴുകി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞെട്ടൊക്കെ കളഞ്ഞിട്ട് കഴുകിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല രീതിക്കൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ അറിവ് അവരിലേക്കും കൂടെ പകരാനായിട്ട് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഇതുപോലെ നല്ല രീതിക്കൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഒരു ബ്ലൂ കളറൊക്കെ ആയിട്ടൊക്കെ നമ്മുടെ വെള്ളം കാണാൻ പറ്റും.
അപ്പോൾ വെള്ളപ്പൂവാണ് ഇടണമെങ്കിൽ ചെറിയൊരു പൂവിൻ്റെ ആ ഒരു ഇതേ കാണത്തുള്ളൂ. ബ്ലൂ കളറിലുള്ള പൂവും കൂടെ ഇടുകയാണെങ്കിൽ നമുക്കിതുപോലെ ബ്ലൂ കളറിലുള്ള വെള്ളം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ ഈ നാരങ്ങ പിഴിഞ്ഞിട്ടോ ഇല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ കുടിക്കാം. പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ നമുക്ക് ഇതുപോലെ നമ്മൾ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ഷുഗറും വേണ്ട. നമ്മളെപ്പോൾ എന്ത് ചെയ്താലും അതിൻ്റെ തനതായിട്ടുള്ള ടേസ്റ്റിൽ അത് നമുക്ക് രുചിക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഇത് ഈ കളറിലാണ് കേട്ടോ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ്, നല്ല ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. തീർച്ചയായിട്ടും ഇത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.